ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനമാണ്. മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് വടക്കോട്ടേക്ക് അവർ യാത്ര ചെയ്ത് പോകുന്നതായിരിക്കുന്ന അതിനെക്കുറിച്ചാണ് മഹാപ്രസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ പോയിട്ടാണ് എല്ലാം ഉപേക്ഷിച്ച് അങ്ങ് സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതായിരിക്കുന്ന പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇവർ ഈ പാണ്ഡവന്മാരുടെ എല്ലാം അധീനത്തിലിരുന്ന് പരീക്ഷിത്ത് വേണ്ട വിധം ശിക്ഷിതനായി വളർന്നു. അപ്പം അങ്ങനെയാണ് പഠിച്ചു വളർന്നത് എന്നർത്ഥം. അവിടെ കൃഷ്ണനന്ദനായ വിതുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രൻ എന്ന നിലയ്ക്ക് അല്ലത്. ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസൻ എന്നാണ് അർത്ഥം. അപ്പോൾ വ്യാസപുത്രനായിരിക്കുന്ന വിതുരൻ. അപ്പോൾ വ്യാസന് ഉള്ള പുത്രന്മാരിൽ പ്രധാനമായിട്ട് 4 പേര് പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിൽ ഒന്ന് കണ്ണു കാണാൻ വയ്യാത്തതായിരിക്കുന്ന ധൃതരാഷ്ട്രർ, പാണ്ഡു എന്ന് പറയുന്ന ആൾ, വിതുരൻ എന്ന് പറയുന്ന 3-ാമതാൾ, പിന്നെ ഏറ്റവും പ്രഥമനായിരിക്കുന്ന ശുഖബ്രഹ്മർഷി. ഇങ്ങനെ ഇവർ 4 പേരെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വിതുരൻ എന്ന് പറയുന്ന ആൾ 3-ാം സ്കന്ധം ആരംഭിക്കുന്ന വിതുരമൈത്രേയ സംവാദമായിട്ടായതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് വിസ്തരിച്ച് പറയണം. അപ്പോൾ ആചാര്യന്മാരത് പറയും. വിതുരൻ തന്നെ അദ്ദേഹം ധർമ്മൻ്റെ അംശമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമല്ല അദ്ദേഹം അവരെ സൂചിപ്പിക്കും. അപ്പോൾ കൃഷ്ണനന്ദനായ വിതുരൻ നേരത്തെ തന്നെ തീർത്ഥങ്ങളായി നടക്കുന്നവനെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ ദുര്യോധനൻ്റെ അധിക്ഷേപ വാക്കുകളെ സഹിക്കാനാകാതെ തൻ്റെ വില്ല് അവിടെ ഹസ്തനപുരിയുടെ പടിക്ക് വെച്ചതിന് ശേഷം അവിടെ ചാരി വെച്ചതിന് ശേഷം അദ്ദേഹം എല്ലാം ത്യജിച്ച് തീർത്ഥാടനത്തിന് പോകുമായിരുന്നു ചെയ്തത്. അങ്ങനെ തീർത്ഥങ്ങൾ ഒക്കെ ആടി നടന്ന് അങ്ങനെ തിരിച്ചു വരുന്നതായിരിക്കുന്ന അവസരത്തിൽ അപ്പോഴാണ് ഈ 3-ാം സ്കന്ധം ആരംഭിക്കുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് അവിടെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ആ യമുനാ തടത്തിലിരുന്ന് വിതുരനും ഉദ്ധവരും തമ്മിലുള്ളതായിരിക്കുന്ന സംവാദമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അത് ആരംഭിക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ അദ്ദേഹം വന്നിട്ട് വിതുരർ വന്ന് ബന്ധുക്കളെയൊക്കെ കണ്ടു. ധൃതരാഷ്ട്ര മുതലായുള്ളവരെ കണ്ട് കുറച്ച് ദിവസം അവിടെ സന്തോഷമായിട്ട് അവിടെ 5-6 ദിവസം കഴിഞ്ഞു. അതിനുശേഷം പറഞ്ഞു, എന്തിനാ ജ്യേഷ്ഠ ഇങ്ങനെയൊക്കെ ഇവിടെ ഈ തെണ്ട് തിരിഞ്ഞ് ഇവിടെ ഈ ഭീമസേനയുടെ വായിരിക്കുന്ന ചീത്തയും കേട്ടുകൊണ്ട് വല്ലതും തിന്നുകൊണ്ടിരിക്കാൻ കഴിയുന്നത്? ഈ ശരീരമൊക്കെ ഉപേക്ഷിക്കാനുള്ള സമയമായില്ലേ? ഇനിയിപ്പോൾ ഈശ്വരപാദാംബുജങ്ങളിൽ മനസ്സർപ്പിച്ച് നമുക്ക് തപസ് ചെയ്ത് ഈശ്വരനിൽ ചേരാമെന്നും പറഞ്ഞ് ഈ ഇവരെയൊക്കെ രാത്രി തന്നെ അവരെ എല്ലാം വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു വിതുരർ. അങ്ങനെ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം ധർമ്മപുത്രർ അച്ഛനെ നമസ്കരിക്കും. എല്ലാ ദിവസവും പോയി അദ്ദേഹത്തിൻ്റെ വല്യച്ഛനാണെങ്കിലും ഇത് നമസ്കരിക്കും. അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് നമസ്കരിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കാണാഞ്ഞിട്ട് എവിടെ പോയി എന്നെല്ലാം അന്വേഷിച്ചപ്പോൾ അപ്പോൾ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇടയ്ക്ക് നാരദ മഹർഷി വന്നു എന്നാണ് ഇവിടെ പറഞ്ഞതല്ലേ. ശ്രീനാരദൻ വന്നു. ശ്രീനാരദൻ മാത്രമല്ല, തുമ്പുരു മഹർഷിയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അവർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇതുപോലെ അവർ പോയിരിക്കുകയാണ്, വടക്കോട്ടേക്ക് പോയിട്ടുണ്ട്. അവർ ഇതുപോലെ മുക്തി മാർഗത്തിന് ഈ ഉടൻ തന്നെ അവർ അഗ്നിയിൽ ദേഹം ദഹിപ്പിക്കും, അങ്ങനെ അവർ മുക്തരായി തീരും, അതുപോലെ തന്നെ എന്നൊക്കെയുള്ള കാര്യവും ഇതിലുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം അവരെ ബോധിപ്പിച്ചതിന് ശേഷമാണ് പോയത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ 36 ചെന്നളവ് ഇന്ദ്രാത്മജൻ എന്ന് പറയുന്ന 36 വയസ്സുള്ളതായിരിക്കുന്ന സമയത്ത് പരീക്ഷത്തിന് 36 വയസ്സുള്ള സമയത്താണ് ഇവിടെയാണ് നമ്മുടെ ഇന്ദ്രാത്മജൻ അർജുനൻ എന്നർത്ഥം. അർജുനൻ കൃഷ്ണനെ കാണുന്നതിന് വേണ്ടിയിട്ട് ദ്വാരകയിലേക്ക് പോയത്. ദ്വാരാവതിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവാൻ അവിടെയാണ് ഇദ്ദേഹം താമസിച്ചത്. നമ്മുടെ മലയാളത്തിലാകുമ്പോഴത്തേക്ക് 4 മാസം എന്ന് എഴുതിയിട്ടുണ്ട്. 4 മാസമായാലും എത്ര മാസമായാലും കാര്യമൊന്നുമില്ല, അവിടെ ഭഗവാൻ്റെ കൂടെ താമസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗതാ സപ്താധുനാമാസ എന്നാണ് മൂലം പറയുന്നത്. അപ്പോൾ 7 മാസം താമസിച്ചു എന്ന് പറയുന്നു. അവസാനം പറയുന്നുണ്ട് നമ്മുടെ ഭഗവാന്റെ സ്വധാമപ്രാപ്തി സമയത്ത് അർജുനൻ അവിടെ ഉണ്ടായിരുന്നു സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൃഷ്ണനെ ഭഗവാൻ സഖിയാണ്, അളിയനുമാണ്, എല്ലാ തരത്തിലും എല്ലാമാണല്ലോ ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് പോയി ദ്വാരകയിലേക്ക് അർജുനൻ. അങ്ങനെ പോയ സമയത്താണ് ഭഗവാന്റെ തിരോധാനം ശരീരം ഉപേക്ഷിച്ച് അപ്പോൾ യഥാ ഭഗവാൻ മുകുന്ദു ക്ഷ്മാന്തി
ത്വാ സ്വപദംഗത തദ്ദിനാത് കലിരായാത സർവസാധന ബാധക എന്നാണ്. അപ്പം കലി എന്ന് ഭഗവാൻ എപ്പോഴാണോ ഭൂമിയിൽ നിന്ന് ഭഗവാന്റെ ചൈതന്യം ഇല്ലാതായപ്പോൾ അന്നേരം മുതൽ കലി ഇവിടെ പൂർണ്ണമായി ബാധിക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന അപ്പോൾ ഭഗവാന്റെ യാത്രയോടുകൂടി ഇവിടെ അങ്ങോട്ട് കലി മൂത്തു. അപ്പോൾ അവിടെ പോയിരുന്നതായിരിക്കുന്ന അദ്ദേഹം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അവിടെയാണ് 4 മാസം ഞാൻ പറഞ്ഞത്, 7 മാസം എന്നാണ്. എങ്ങനെ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടൊന്നും വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഏതായാലും അങ്ങനെ പോയി അവിടെ ചെന്ന് ഭഗവാനോട്ട് കഴിഞ്ഞു. ഭഗവാൻ പോയതിന് ശേഷം അവിടെ വന്ന് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം 2 കൂട്ടം കാര്യം ഭഗവാൻ നിർദ്ദേശിച്ചിരുന്നു. അതായത് അഭിമന്യു, അതുപോലെ തന്നെ പുത്രനായിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിനെ അവിടെ ഹസ്തനാപുരത്തിൽ അഭിഷേകം കഴിക്കുക. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ പുത്രനായിരിക്കുന്ന പ്രദ്യുമ്നൻ്റെ പുത്രനായിരിക്കുന്ന അനിരുദ്ധൻ്റെ പുത്രനായിരിക്കുന്ന വജ്രനാഭൻ എന്ന് പറയുന്നത്, ഇവിടെ വജ്രനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വജ്രനാഭൻ എന്ന് പേരുള്ളതായിരിക്കുന്ന അദ്ദേഹത്തെ മധുരയിൽ ഉഗ്രസേനൻ്റെ പരമ്പരയിലുള്ളതായിരിക്കുന്ന ആധിപത്യമാണത്. അവിടെ രാജാവായിട്ട് ഇരുത്തണമെന്നും ഭഗവാൻ കൽപ്പിച്ചിരുന്നത് കൊണ്ട് അവിടെ നിന്ന് എല്ലാവരെയും മാറ്റി സ്ത്രീകളുമായിട്ട് അർജുൻ അവിടെ നിന്ന് പോരുന്ന വഴിക്ക് മധുരയിൽ വജ്രനെ രാജാവായിട്ട് അഭിഷേകം കഴിച്ചു. ശ്രീകൃഷ്ണാദി ബാക്കിയുള്ളതായിരിക്കുന്ന ഭഗവാന്റെ അച്ഛനും മറ്റുള്ളവരും എല്ലാം ദേഹത്യാഗം ചെയ്തവർക്കൊക്കെ വേണ്ട തരത്തിലുള്ളതായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ആചരിച്ചതിന് ശേഷം അവിടുന്ന് ആ സ്ത്രീകളുമായിട്ട് തിരിച്ച് വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് അനേകം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ വന്നതായിരിക്കുന്ന അദ്ദേഹം തിരിച്ച് തൻ്റെ ജ്യേഷ്ഠനെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കുന്ന അവസരത്തിൽ ഇവർ വന്ന് പറഞ്ഞേച്ചു പോയി. നാരദനും അതുപോലെ തുമ്പരും കൂടെ വന്ന് പറഞ്ഞേച്ചു പോയല്ലോ. പറഞ്ഞേച്ചു പോയതിൻ്റെ പുറമെ അദ്ദേഹം ചിന്താവിഷ്ടനായിട്ടിരുന്നു. എന്താണ് സംഭവിച്ചത്? ഭഗവാൻ ഇനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗതി എന്താവും? നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ പോകണമല്ലോ, ഇവിടെ നിന്നെല്ലാം ഉദ്ദേശിച്ചിട്ട് പോകണമെന്നൊക്കെ നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചൊക്കെ ഇരിക്കുന്നതായ അവസരത്തിൽ ഭീമസേനനെ വിളിച്ച് പറയുന്ന ഭാഗമാണ് തുടർന്നുള്ളത്. ഭീമസേനനെ വിളിച്ച്, നിൻ്റെ സഹോദരൻ പോയിട്ട് നാളിത്രയായല്ലോ, കാണുന്നില്ലല്ലോ, എന്താ കാണാത്തത് എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന സമയത്ത് അർജുനൻ വരികയും കരഞ്ഞ് കണ്ണുനീരോടുകൂടി വരുന്നതായിരിക്കും അർജുനനെ കണ്ട്, എന്താ കുട്ടി നീ കരയുന്നത് എന്നെല്ലാം വിശേഷമായിട്ട് ചോദിക്കുകയും, ഭഗവാൻ പോയത് കൊണ്ടാണോ നീ കരയുന്നത്, അതോ നീ ഏതെങ്കിലും അധർമ്മം പ്രവർത്തിച്ചോ? അനേകം ധർമ്മ നമുക്ക് മനസ്സിലാക്കത്തക്കൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ച് അർജുനനിൽ നിന്ന് കാര്യമെല്ലാം മനസ്സിലാക്കി അതവിടെ നമ്മുടെ സഖി കൃഷ്ണൻ നമ്മയും ഉപേക്ഷിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവനായിരിക്കുന്ന ഭഗവാൻ നമ്മളെ ഉപേക്ഷിച്ചു. പിന്നെ അതിൻ്റെ താഴത്തെ വരും, നിർമ്മലപദം പ്രാപിച്ച് വിടിനാൻ മുസലിയും. മുസലി എന്ന് പറയുന്നത് മുസലത്തെ ധരിച്ചിരിക്കുന്നവൻ. ആ മുസലത്തെ ധരിച്ചിരിക്കുന്ന ആൾ ബലഭദ്രസ്വാമിയാണ്. ആ ബലഭദ്രസ്വാമി നിർമ്മലപദം പ്രാപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിലേക്ക് തിരിച്ചുപോയി എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ദ്വാരക ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ മുങ്ങി നശിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാവരെയും കൊണ്ടുപോകുന്നു. വേണ്ട കാര്യങ്ങളെല്ലാം ഭഗവാൻ പറഞ്ഞനുസരിച്ച് ചെയ്തു. സർവവും പോയല്ലോ, ഭഗവാൻ പോയി, ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ജീവിക്കുക, എന്തിനു വേണ്ടി ജീവിക്കണമെന്നെല്ലാം പറഞ്ഞ് കരയുന്നതായിരിക്കുന്ന പ്രാർത്ഥനയെ അത് ധർമ്മപുത്രർ അതൊന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം അതിനുശേഷം പിന്നെ എല്ലാവരോടും ആലോചിച്ച് അവരുടെ ആത്മജ്ഞാനം കൊണ്ട് അവർ നിശ്ചയിച്ച് എല്ലാവരും കൂടെ വടക്കോട്ടേക്ക് എല്ലാം ഉപേക്ഷിച്ച് പരീക്ഷിത്ത് മഹാരാജാവിനെ രാജ്യത്തിൽ രാജാവായിട്ട് അഭിഷേകം കഴിച്ചതിന് ശേഷം അങ്ങനെ പോവുക. അങ്ങനെ വടക്കോട്ടേക്ക് പ്രസ്ഥാനം ചെയ്ത് പോകുമ്പം അദ്ദേഹത്തിൻ്റെ ഓരോരുത്തരുടെ പിമ്മിൽ ധർമ്മജൻ്റെ പിമ്മിൽ ഭീമൻ്റെ പിമ്മിൽ ഭാരതൻ, ഇങ്ങനെ എല്ലാവരും അവസാനം പാഞ്ചാലി, അങ്ങനെ എല്ലാവരും പോയി ഓരോരുത്തരും മരിച്ചു ഭൂമണ്ഡലം തന്നെ വീഴുന്നത് നോക്കിയിടാതെ മന്നവൻ വടക്കോട്ട് പിന്നെയും നടന്നുടൻ തന്നോട് ധർമ്മസ്ഥിതിക്ക് അന്തരം വന്നിടാതെ വന്നൊരു വൈമാനികൻ തന്നോട് കൂടി ചേർന്ന് ചെന്നുടൻ ഇന്ദിരാലയം തന്നെ അരളിനാൻ. അപ്പോൾ അത് തൻ്റെ സഹോദരങ്ങളെയൊക്കെ കണ്ടു. അങ്ങനെ പിന്നീട് അദ്ദേഹം സ്വർഗത്തിലും ചെന്ന് ചേർന്നു എന്നെല്ലാം പറഞ്ഞ് അവരുടെ മഹാപ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് പരീക്ഷത്തിൻ്റെ രാജ്യഭാരത്തെപ്പറ്റി പറയുക. പരീക്ഷത്തിൻ്റെ രാജ്യഭാരത്തെപ്പറ്റി പറയുമ്പോഴാണ് അദ്ദേഹം ഈ മൃഗയാവിനോദത്തിനായിട്ട് നായാട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ പുറപ്പെട്ട് രാജ്യമെല്ലാം നടന്നാണ് പോകുന്നത് ആ കുതിരപ്പുറത്ത്. ആ രാജ്യമെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന അവസരത്തിൽ ഭഗവാന്റെ കഥകൾ സഹിതം,
ഭഗവാന്റെ യശസ് സഹിതം അവിടെ ഉള്ളതായിരിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് സന്തോഷിച്ച് അവർക്കും വേണ്ടുന്നതായിരിക്കുന്ന അനുഗ്രഹത്തെയും ആ സമ്മാനത്തെയും ഒക്കെ കൊടുത്ത് അവരെയൊക്കെ വാങ്ങിച്ച് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചെന്നപ്പോഴാണ് എന്ത് കണ്ടത്? അഞ്ചിത സരസ്വതി തന്നോട് തീരത്തിങ്കിൽ. അഞ്ചിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞത് എന്നും അർത്ഥമുണ്ട്, വളഞ്ഞ് ഒഴുകുന്നതെന്നും അർത്ഥമുണ്ടായിരിക്കും. അവിടെ വളഞ്ഞിരിഞ്ഞായിരിക്കും ഒഴുകുന്നത്. ഏതായാലും മനോഹരമായിട്ടുള്ളത് അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ളതായിരിക്കുന്ന ഈ നദിയുടെ, ഈ സരസ്വതി നദിയുടെ തീരത്തിൽ അവിടെ ചെന്ന് നിന്നപ്പോഴാണ് കാലൊന്നായി നിന്ന് ഒരു വൃഷോത്തമന്, പശുവല്ല, പശു 4 കാലത്ത് കൊണ്ട് നിൽക്കുന്നുണ്ട്. പശു എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് അവിടെ കൽപ്പന. അവിടെ സിംബോളിക്കായിട്ട് നമ്മൾ ഇവിടെ ഭൂമിയാണ് പശുവിനെ കൊണ്ട് പ്രതിനിധാനം ചെയ്തിരിക്കുന്നത്. നേരത്തെയും പൃഥുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ പൃഥു ഭൂമിയെ പശുരൂപേണ നിർത്തിയാണ് കറന്നെടുത്തത് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഭൂമി രൂപേണ നിൽക്കുകയും വൃഷം എന്ന് പറയുന്നത് ധർമ്മമാണ് വൃഷം. ആ വൃഷത്തിന് 4 കാലുള്ളതാണ്. അതിൻ്റെ 3 കാലും വെട്ടിക്കളഞ്ഞു ഈ ശൂദ്രനായിട്ടൊരാൾ നിൽപ്പുണ്ട് അവിടെ. രാജാവിൻ്റെ കൂട്ട് വേഷമൊക്കെ കെട്ടി ഒരുത്തൻ ഇങ്ങനെ നിൽപ്പുണ്ട് അവിടെ. അയാൾ വെട്ടിക്കളഞ്ഞാണെന്ന് കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കലിയാണ്. ആ കലി വന്നു കഴിയുമ്പോൾ എല്ലാം പോകും. ശൗചം, ദാനം, ദയ എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ ഭാഗവതം പറയുന്നത് പോലെ സത്യമൊന്നുണ്ട് പോലെന്നാകും. സത്യമൊന്നുണ്ട് എന്ന് വരെയാകും. ആ ഒരു സത്യം എന്ന് പറയുന്നതായിരിക്കുന്ന ധർമ്മത്തിൻ്റെ കാലിലാണ് ധർമ്മം നിലനിൽക്കുന്നത്. അപ്പോൾ ഭൂമിദേവി ദുഃഖിതയായിരിക്കുന്ന ഭൂമിദേവിയെ കണ്ട് ഈ ധർമ്മൻ, അതായത് ഇവിടെ പറയുന്നത് ഗോവൃഷോത്തമൻ എന്നാണ് പറയുക. അപ്പോൾ ഗോവൃഷോത്തമൻ ചോദിച്ചതനുസരിച്ച് ഈ പശു പല ദുഃഖ കാരണം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എനിക്ക് ദുഃഖമുണ്ടായത്? ഈ കൊള്ളരാത്തവന്മാരെല്ലാം കൂടെ എന്നെ ഭരിക്കുകയും അസത്യവും കാരണവും അധർമ്മവും കാരണവും എനിക്കിവിടെ നിലനിൽപ്പില്ലാതെ വന്നതും എല്ലാം ഭൂമിദേവി പറഞ്ഞു കരയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിയോഗവും കൂടെ ആയപ്പോഴത്തേക്ക് ഇനി ഒന്നും സംഭവിക്കാനില്ല, അത്രയ്ക്ക് ദുഃഖമായി എനിക്ക് എന്നെല്ലാം ഭൂമിദേവി പറഞ്ഞപ്പോൾ ആ ഭൂമിദേവിയെ ചവിട്ടുകയും ഒരു കാലിൽ സഞ്ചരിക്കുന്നതായ ധർമ്മത്തെയും കൂടെ ആ കാലം കൂടെ വെട്ടിക്കളയാനായിട്ട് തുടങ്ങിയതായിരിക്കുന്ന ശൂദ്രൻ, അതായത് കലി, അദ്ദേഹത്തിനെ കണ്ട് ക്രുദ്ധനായിരിക്കുന്ന അദ്ദേഹം പരീക്ഷിത്ത് മഹാരാജാവ്, ആരായാലും ഇന്ദ്രനായാലും നിൻ്റെ തോൾ വളയോടുകൂടി നിൻ്റെ കൈ ഞാൻ വെട്ടു, എൻ്റെ പാവകം പിടിച്ച് എൻ്റെ രാജ്യത്ത് പാവം പിടിച്ചതായിരിക്കുന്ന ജീവികളെ ഉപദ്രവിക്കുന്നതില്ലേ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, എൻ്റെ നാട്ടിൽ പോകരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു, അതിപ്പോൾ എങ്ങനെ പറയാനാ, അങ്ങിപ്പോൾ സർവ്വലോകവും നാടുകൾ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ രാജ്യത്തല്ല ഞാൻ പിന്നെ വേറെ എങ്ങോട്ട് പോകും? അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും അങ്ങനെ ഇപ്പോൾ ആൾ മുറിച്ചുകൊണ്ട് അവിടെ വരും. അപ്പോൾ പിന്നെ എനിക്കെങ്ങനെ ജീവിക്കാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് എനിക്കിരിക്കാനുള്ള സാധനം തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവനെ ഉപദ്രവിക്കാതെ പോയിക്കൊള്ളാം എന്ന് കലി പറഞ്ഞത് കാരണം കലിക്ക് ഇരിക്കാനായിട്ട് സ്ഥാനങ്ങളെ കൊടുത്തു. അങ്ങനെ 5 സ്ഥാനങ്ങളെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ 5 സ്ഥാനങ്ങളിൽ ഓരോ 4 എണ്ണത്തിന് എന്തെല്ലാമുണ്ട്. അപ്പോൾ അതിനകത്ത് ദുസ്സംഗം ഉണ്ടാകാം, അല്ല സംഘം ഉണ്ടാകാം. അതിനകത്ത് പിന്നെ അഹിംസ ഇല്ല, ഹിംസയേ ഉള്ളൂ എന്നാകാം. അതിനകത്ത് നല്ലതൊന്നുമില്ല, ചൗര്യ പ്രവൃത്തി ഉണ്ടാവുള്ളൂ എന്ന് വരാം, വൈരമേ ഉണ്ടായുള്ളൂ എന്ന് വരാം. ഇവയെല്ലാം കൂടെ എല്ലാം ചേർന്ന ഒരു സാധനമാണ് സ്വർണം. അതാണ് രുക്മപങ്ക്തി. അത് കൂട്ടം, ചെറിയ സ്വർണം എന്നുള്ള നിലയ്ക്കല്ല, പക്ഷേ അത് കൂട്ടമായിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം എവിടെ എനിക്കിരിക്കാൻ സ്ഥാനം കൊടുക്കണമെന്ന്. ഭാസ്കരാത്മജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതമായ അണ്ടത്തിൽ നിന്ന് ജനിച്ചതായിരിക്കുന്ന മാർത്താണ്ഡൻ്റെ, സൂര്യൻ്റെ പുത്രനായിട്ട് പറയപ്പെടുന്നതായിരിക്കുന്ന ആളാണ് ധർമ്മൻ. അതായത് സൂര്യദേവന്, അതിൻ്റെ കഥയൊക്കെ പിന്നെ വരും, പറഞ്ഞു തരും. സൂര്യദേവന് 2 ഭാര്യമാരാണ്, ഒരു ഭാര്യയുള്ളൂ ഒറിജിനൽ സജ്ഞ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സജ്ഞ നിർമ്മിച്ചു നിന്നതായിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഛായ. അതിൽ പിന്നെ ഇവർക്ക് ഇരട്ടകൾ രണ്ടെണ്ണത്തിൽ ഇരട്ടകളുണ്ട്. യമനും യമുനയെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇരട്ടയുണ്ട്. തപതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശനി എന്ന് പറഞ്ഞ ഇരട്ടകളുണ്ട്. അവരൊക്കെ ഇരട്ടകളായിട്ട്. പിന്നെ ഒറ്റയായിട്ട് ജനിച്ച 2 മനുക്കളാണ്. അത് ഒന്ന് സ്വയംഭൂ മനുവും
മറ്റൊന്ന് പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, സാവർണി. അത് ദേവി മഹാത്മ്യത്തിലൊക്കെ പറയുന്ന ആദ്യം തുടങ്ങുന്നത് സാവർണി സൂര്യതനയോ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ആ സാവർണി മനു. പിന്നെ സാവർണിയുടെ കാലഘട്ടമാണല്ലോ, 7 മന്വന്തര കാലം കഴിഞ്ഞാൽ പിന്നീടെല്ലാം സാവർണി മനുക്കളുടെ കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്നതിൽ ഭാസ്കരാത്മജൻ എന്ന് പറഞ്ഞാൽ ധർമ്മൻ. ആ ധർമ്മദേവൻ്റെ വാക്ക് എന്ന് കേട്ടിട്ട് വജോമാർക്ക് സമ്മാനം കേട്ട് കാൽക്ഷണം വിചാരി ഭൂപാലകൻ ചൊല്ലിയിടിനാൻ എന്ന് പറയുമ്പോൾ ഈ ഭാസ്കരാത്മജൻ എന്നുള്ളതിന് താഴെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, യമധർമ്മൻ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. ഭാസ്കരാത്മജൻ വജോമാർക്ക് സമ്മാനം കേട്ട് കാൽക്ഷണം വിചാരി എന്ന് പറയുമ്പോൾ കലി അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ സൂര്യപുത്രനായിട്ട് വരുന്നു അല്ലേ. ഇവിടെ ധർമ്മത്തിൻ്റെ പരമ്പരയും അധർമ്മത്തിൻ്റെ പരമ്പരയും 2 പരമ്പര ധ്രുവചരിത്രത്തിന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, അധർമ്മ പരമ്പര. അപ്പോൾ അതിനകത്ത് കലിയും നിരുക്തവും ഒക്കെ വരും. അപ്പോൾ അതും നിങ്ങളെ ആചാര്യന്മാർ പറഞ്ഞ് മനസ്സിലാക്കും, അപ്പോൾ വൃത്തിയായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ രാജാവ് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥാനം കൽപ്പിച്ചപ്പോൾ പറഞ്ഞത് സന്തതം ചൂത് വരുന്നിടത്ത്, കള്ളമുണ്ട് അവിടെ, ചൂത് വരുന്നിടത്ത്, ചൂത് കളിക്കുന്നിടത്ത്, സൂര്യാപാനം മദ്യപിക്കുന്നവരൊക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മറ്റുള്ള വസ്തു എന്തെങ്കിലും അവിടെ തലയ്ക്ക് ലഹരി ഉള്ള സാധനം അതെന്തായാലും അവിടെയൊക്കെ അത് മതം ഉണ്ട്, അഹങ്കാരം, അതങ്ങ് മൂക്കും. പിന്നെ എന്താ പിന്നെ ചെയ്തിരുന്നത്, പിന്നെ സ്ത്രീ സംഘമുള്ളത് അത് ദുസ്സംഗം വരും. നല്ല സംഘത്തിൽ കൂടെ പിന്നെയും ദുസ്സംഗമായി തീരുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് സംഘത്തിലും ഉണ്ട് ബന്ധുക്കളും രുക്മപങ്ക്തികളോടും സർവഹിംസാകാരങ്ങളും എന്ന് പറയുമ്പോൾ ഈ കൊല ചെയ്യുന്ന ഉപദ്രവിക്കാനുള്ള ഹിംസ ചെയ്യുന്നതിനുള്ള താല്പര്യമുള്ളവർ, അഹിംസയിൽ ഒട്ടും താല്പര്യമില്ല. അങ്ങനെയുള്ളവരെ എപ്പോഴും ഉള്ളത് അവരുടെ കൂടെ കൊലയാണ്, അല്ലെങ്കിൽ ഉപദ്രവമാണ്, അല്ലെങ്കിൽ ദുഷ്ടത്തരം എപ്പോഴും കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന സർവഹിംസാകാരകങ്ങളും അങ്ങനെ 4 പ്രധാനമായിട്ട് പറഞ്ഞപ്പോൾ കലി പറഞ്ഞു എന്നാണ് പറയുന്നത് ഭാഗവതത്തിൽ. എനിക്കൊരു ഇതെല്ലാം കൂടെ ഉള്ള സ്ഥലത്തുകൊണ്ട് ഇരിക്കാനുള്ള സ്ഥലം ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും ഇരിക്കാനൊക്കെ തന്നെ എപ്പോഴും. അതുകൊണ്ട് ശരി, സ്വർണ്ണത്തിലിരിക്കാനുള്ള സ്ഥലം ഇപ്പോൾ പങ്ക്തികൾ സ്വർണ്ണക്കൂട്ടത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന കൂട്ടത്തിലൊക്കെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ കൂട്ടമായിട്ട് ധരിക്കുന്നവിടെ അവിടെ ഇയാളുടെ കലി കയറിയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലത്തിൽ ഇരിക്കാൻ കൊടുത്ത് പിന്നെ പറയുന്നത് എന്താ നോക്കിക്കേട്ടെ, മന്നവൻ കലി തന്നെ മറ്റുള്ളവരങ്ങളോട് നിന്നുടനെ ആട്ടിക്കളഞ്ഞ് അന്വഹമത ധർമ്മം തന്നുടെ പാദങ്ങളെ സന്ധിപ്പിച്ചു. ഇവിടെ കലിയുഗമൊക്കെ ആണെങ്കിലും പരീക്ഷത്തിൻ്റെ ഭരണകാലത്ത് ഇവയെല്ലാം സത്യം, ശൗചവും, ദയം, ദാനമൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. തപസ് നല്ലതായിട്ട് തപസ് എല്ലാം ചേർന്നതായിരിക്കുന്ന ആ ധർമ്മം അവിടെ നിലനിൽക്കുന്നു. ധർമ്മത്തിന് അനേകം കാര്യങ്ങൾ പറയും കേട്ടോ. ആ 4 വാദങ്ങൾ മാത്രമല്ല, 10 ധർമ്മത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പം 10 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അല്ലാതെ തന്നെ 30 ലക്ഷണങ്ങൾ വിസ്തരിച്ച് പറയുന്നുണ്ട് ഓരോന്നിലും. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ധർമ്മത്തെ സന്ധിപ്പിച്ചു. അപ്പോൾ പശുവിൻ്റെ ദുഃഖം, ഭൂമിയുടെ ദുഃഖം തീർന്നു. അപ്പോൾ ധർമ്മം ഉണ്ടെങ്കിൽ ഭൂമിക്ക് ദുഃഖമില്ല. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന കർമ്മങ്ങളെയൊക്കെ ചെയ്ത് അതിന് ശേഷം പിന്നെന്ത് ചെയ്തത്, ശേഷം ശ്രീശുഖനെ ഗുരുവാക്കി ബ്രഹ്മജ്ഞാനം ഗ്രഹിച്ച് സംഘദോഷങ്ങളെല്ലാം വിട്ട് ഗംഗാതീരത്തിങ്കെന്ന് ദേഹത്യാഗം ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ പാമ്പ് കടിച്ചാണ് മരിച്ചത് തക്ഷകൻ എന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ കാരണം എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നതാണ് തുടർച്ചയുള്ള ഭാഗം. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ് നോക്കുക, അഭിമന്യുവിൻ്റെ പുത്രനായിരിക്കുന്ന ഈ എഴുത്തച്ഛനെ ഡയറക്റ്റ് പേര് പറയാതെ പലതരത്തിൽ ഇങ്ങനെ മാറി ഇങ്ങനെ അവൻ്റെ മോൻ്റെ ഇങ്ങനെയുള്ള നിലയ്ക്കും ഒക്കെ പറയും. അതൊക്കെ ശ്രദ്ധിച്ചുകൊള്ളണം. അതെല്ലാം നല്ല രസകരമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ. അഭിമന്യുനന്ദനൻ അങ്ങനെ 36 വയസ്സ് തുടങ്ങി 30 വർഷം കഴിഞ്ഞു. 66 വയസ്സായി. 66 വയസ്സായപ്പോൾ ഒരു ദിവസം നായാടിന് പോയി. ആ നായാട്ടിന് പോയപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരിൽ നിന്നും പിരിഞ്ഞ് ഏതോ മൃഗത്തിൻ്റെ പിറകെ ഓടി അങ്ങനെയായാലും ഒറ്റയ്ക്കായി ആകെപ്പാടെ ദുഃഖിതനായി ദാഹിച്ച് വലഞ്ഞ് നോക്കിയപ്പോൾ ഒരു ആശ്രമം കണ്ടു. ആ ആശ്രമത്തിലേക്ക് ചെന്നു. ഇത്തിരി വെള്ളം തരണമേ എന്ന് ചോദിച്ചോട്ടൊരു മുന്നിയിരിക്കുന്ന കണ്ടപ്പോൾ
ആ മുനിയാണെങ്കിൽ സമാധിയിലിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം മനസ്സുറപ്പിച്ചു, ഈശ്വരനിൽ ബ്രഹ്മത്തിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന ആളുകൊണ്ട് ഒന്നും കേട്ടില്ല, പുറത്ത് നടക്കുന്നതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്നുള്ളതുകൊണ്ട് ഇവൻ കള്ളമുനിയാണോ? അതെ, രാജാക്കന്മാരെ രാജാക്കന്മാർ പറഞ്ഞേക്കാണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നുള്ള മട്ടിലോ എന്തോ അദ്ദേഹത്തിന് അപ്പോൾ എന്തോ സംഭ്രമം തോന്നി. അങ്ങനെ തോന്നിയിട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. വെള്ളം കിട്ടാത്തതിൻ്റെ ദേഷ്യവും ആകെ ക്ഷീണം കൊണ്ടും ദാഹം കൊണ്ടും ആകെപ്പാടെ കോപം കൊണ്ടും അജ്ഞാനം അറിവില്ലായ്മ തനിക്ക് തന്നെ ബാധിച്ചു. നോക്കണം, കോപം വന്നു കഴിയുമ്പം തന്നെ അറിവില്ലായ്മ ബാധിക്കും, നല്ലോണം ബാധിക്കും. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് അവിടെ ചത്ത് കിടന്ന ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പിനെ വില്ലുകൊണ്ട് തോണ്ടിയെടുത്ത് ഇദ്ദേഹത്തിൻ്റെ കഴുത്തത്തിട്ടു. ഈ കഴുത്തത്തിടുന്നത് കണ്ടുകൊണ്ട് വേറൊരു കുമാരനോട് വന്നിരുന്നു. വേറൊരു മുനിയുടെ പുത്രനാണ്, കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഒരു മഹാമുനിയുടെ പുത്രനാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വന്നത് കണ്ടു. ഈ കൂട്ടുകാരനെ അന്വേഷിച്ച് വന്നതാ സ്വാമിജി. മോനെ ശൃംഗി എന്ന് പറയുന്ന മകൻ. അദ്ദേഹം ജലമെടുക്കുന്നതിന് വേണ്ടി തൊട്ടടുത്താണ് ഈ കൗശികി നദി, അവിടെ വെള്ളമെടുക്കാനോ മറ്റോ പോയിരുന്നതാണ് ഈ കുമാരൻ. ഏതായാലും ഇത് കണ്ട രാജാവ് ഇങ്ങനെ പാമ്പിനെ തോണ്ടിയിട്ടിട്ട് പോകുന്നത് കണ്ടതായിരിക്കുന്ന ഈ കൃഷ്ണൻ, ആ കൃഷ്ണൻ അവിടെ ചെന്ന് ശമീകൻ്റെ പുത്രനായിരിക്കുന്ന ശൃംഗിയോട് പറഞ്ഞു, അദ്ദേഹം മോനെ സഹോദര നോക്കണം, അങ്ങയുടെ അച്ഛൻ അവിടെ കഴുത്തത്ത് പാമ്പിനെ എടുത്തിട്ടും പോയി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ കോപിഷ്ഠനായിരിക്കുന്ന അദ്ദേഹം ജലസ്പർശം നടത്തി ആ ശമീക പുത്രൻ അദ്ദേഹം ശാപിച്ചു. ശൃംഗി, എൻ്റെ അച്ഛൻ്റെ കഴുത്തത്തെ പാമ്പിനെ എടുത്തിട്ട് അത് രാജാവാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞായിരുന്നു കുമാരൻ. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള രാജാവായാലും ആരായാലും കൊള്ളാം, അവനെ 7-ാം ദിവസം തക്ഷകം കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു അദ്ദേഹം. അങ്ങനെ ശപിച്ചതിന് ശേഷം അവർ തിരിച്ചു വന്നു. പിന്നെ അവിടെ കിടന്ന് കരച്ചിലും ബഹളവും ഒക്കെ ആയി. പിന്നെ പാമ്പിനെ ശവം എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്നതുപോലെ രാജാവാണെന്ന് ഈ കുട്ടി കുമാരൻ പറഞ്ഞല്ലോ. അപ്പോൾ രാജാവിന് ഗരുഡുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ രാജാവിനെ 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കാൻ വേണ്ടി ഞാൻ ശപിച്ചു എന്ന് ശൃംഗി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ ദുഃഖമായി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? രാജാക്കന്മാർക്ക് 7 തരത്തിലുള്ളതായിരിക്കുന്ന വ്യസനങ്ങളുണ്ടാകും. അത് കാരണം അവർ പലതും ചെയ്തു എന്ന് വരും. അതൊക്കെ നമ്മൾ സാധുക്കളല്ലേ, നമ്മളിവയെല്ലാം സമമായി കണ്ട്, അതായത് തെറ്റും ശരിയും ഒന്നും നോക്കണ്ട, അവിടെ നമ്മൾ സമമായി കണ്ട് ഇവയെല്ലാം ഇതുപോലെ പൊറുക്കണം. അതുപോലെ പൊറുത്താൽ മാത്രമേ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. നീ എന്താ ഈ ചെയ്തത്? ഇങ്ങനെ ചെയ്തത് ശരിയായില്ലല്ലോ കൂട്ടി എന്ന് പറഞ്ഞ് 7 വ്യസനങ്ങളെക്കുറിച്ച് പറയും. 7 വ്യസനങ്ങളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയുമ്പോൾ ഉണ്ട്, അത് താഴെ എഴുതിയിട്ടുണ്ട്, നോക്കുക. നായാട്ട്, നമ്മൾ ചൂതുകളി, സ്ത്രീ സംഘം, മദ്യപാനം, അർത്ഥദൂഷണം മുതലായിട്ടുള്ള പറയുന്നുണ്ട്, താഴെ എഴുതിയിട്ടുണ്ട്, നോക്കുക. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന വ്യസനങ്ങൾ കൊണ്ട് 7 വ്യസനങ്ങളാണ്. ആ 7 വ്യസനങ്ങൾ കൊണ്ട് ഇത് രാജാക്കന്മാർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടായെന്ന് വരും, അവർ ശപിച്ചു എന്ന് വരും, അല്ല അവർ രക്ഷപ്പെട്ടു എന്ന് വരും. അത് കാരണം നീ ശപിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മുനികുമാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി രാജാവിനെ വിവരം അറിയിക്കണം എത്രയും പെട്ടെന്ന്. അപ്പോൾ ആ കുമാരൻ ഉടനെ തന്നെ അവിടെ ചെന്ന് രാജാവിനോട് വിവരം ഒക്കെ അറിയിച്ചു. ഇതുപോലെ 7-ാം ദിവസം അങ്ങേ പാമ്പ് കടിച്ച് മരിക്കാൻ വേണ്ടി കടിച്ച് ചാകാൻ വേണ്ടിയിട്ട് ശപിച്ചിരിക്കുകയാണ് ശമീക മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ശൃംഗി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷിച്ചു എന്നാണ് പറഞ്ഞത്. അത് നന്നായി അങ്ങനെ വിചാരിച്ചത് എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത പാപത്തിന് ഇവിടെ ഫലം അനുഭവിക്കുകയാണെങ്കിൽ പിന്നെ വേറെ പരലോകത്തിലെങ്ങും പോയി ഒന്നും അനുഭവിക്കേണ്ടി വരില്ലല്ലോ. അതേസമയം ഇവിടെ ഞാൻ സുഖിച്ചങ്ങനെ കഴിയുകയാണെങ്കിൽ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫലമെല്ലാം ഞാൻ അനുഭവിക്കാനായിട്ട് നരകത്തിൽ പോകണം. പിന്നെ അനേകം തരത്തിലുള്ളതായത് ക്രമീകടാതി ഹിന്ദുക്കളായി എത്ര 84 ലക്ഷം ജീവരാശികളിലൊക്കെ ജനിച്ച് ദുഃഖം അനുഭവിക്കേണ്ടി വരുമില്ലേ? അപ്പോൾ അതൊന്നുമില്ലാതെ അതൊക്കെ അനുഗ്രഹം തന്നെയാണ്. പാമ്പ് കടിച്ചാൽ അങ്ങ് തീരുമല്ലോ, ആ ശാപം ഇതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചേക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ പുത്രൻ, 4 പുത്രന്മാരാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ പുത്രനെ പിടിച്ച് മൂത്ത പുത്രനെ രാജാവായിട്ട് അഭിഷേകം കഴിയാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നല്ല നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുന്നേ മരിച്ചിരിപ്പോരും ഞാൻ ഗർഭത്തിൽ വെച്ചേ മരിച്ചതാ. അതെന്താണ്? ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജീവിച്ചത്, ഇതുവരെ ഇത്രയും കാലം ജീവിച്ചത്. നമ്മളുമൊക്കെ അങ്ങനെ തന്നെ ഗർഭത്തിൽ കിടന്ന് അവിടെ വെച്ച് ചത്തുപോകരുത്. പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ജനിച്ച് ഇത്രയും കാലമൊക്കെ അനുഭവിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ
ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പം നമ്മളൊക്കെ എപ്പം മരിക്കുമെന്ന് നമുക്ക് നിശ്ചയമില്ല. പക്ഷേ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-ാം ദിവസം തട്ടാൻ മരിക്കും എന്നുള്ള ഉറപ്പാണ്. ഇവിടെ പലരും പലതുമൊക്കെ പറയും, ഞാൻ ഇന്നിപ്പോൾ ഇയാൾ ഇന്നിപ്പം മരിക്കും, അങ്ങനെയൊന്നും മരിക്കുമൊന്നുമില്ല. അതിന് അവനവൻ്റെ ആയുസ് എപ്പോഴാണെന്നുള്ളത് ഈശ്വരനിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് മരിക്കും. അതുകൊണ്ട് നല്ലത് തന്നെ. നന്നത് മരണമുണ്ട് ഇന്ന നാളിനി എന്ന് പറയാനുള്ളത് എനിക്ക് നന്നായി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. വളരെ ഗൗരമുഖനാണ് ആ കുമാരൻ്റെ പേരെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതായാലും അതിനുശേഷം പിന്നെ ഭഗവാനെ ധ്യാനിച്ചു, ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് മനസ്സുകൊണ്ട് ഭാവനാവശാൽ സർവം ത്യജിച്ചു എന്നാണ് പറയുന്നത്. എല്ലാം ത്യജിച്ചു. അങ്ങനെ ത്യജിച്ച് ഇനി പ്രായോപവേശം എന്ന് പറയുന്ന ആ വ്രതത്തിൻ്റെ പേര്, മരണം വരെ ആഹാരവും വെള്ളമൊന്നും കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് അദ്ദേഹം തൻ്റെ ജനമേജയൻ എന്ന പേരുള്ള മൂത്തപുത്രനെ രാജാവായിട്ട് അഭിഷേകം കഴിച്ചതിന് ശേഷം അദ്ദേഹം ഗംഗാതീരത്തേക്ക് പോയി. അദ്ദേഹം രാജ്യവും എല്ലാം ഉപേക്ഷിച്ച് പോകുന്നുവെന്ന് കണ്ട് സാർവഭൗമനും ഇത്ര ഗുണരാശിയുമായിരിക്കുന്ന രാജാവ് തങ്ങളെ വിട്ടു പോകുന്നല്ലോ എന്ന ദുഃഖത്തോടു കൂടി പ്രജകളും അതുപോലെ തന്നെ ഋഷീശ്വരന്മാരും പലതരത്തിലുള്ളതായിരിക്കുന്ന ഗണങ്ങളും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. അങ്ങനെ പോയി അവിടെ ചെന്ന് ആ ഗംഗാതീരത്ത് ചെന്നിരുന്നപ്പോൾ അവരെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താണ് ഈ മരിക്കാൻ പോകുന്ന മ്രിയമാണസ്യ കർത്തവ്യം, മരിക്കാൻ പോകുന്നവൻ്റെ കർത്തവ്യം എന്താണ് എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ളവർ പറഞ്ഞു, മരിക്കാൻ പോകുന്നതിന് ഇപ്പോൾ എന്തോ കർത്തവ്യം പറയാൻ പോകുന്നത്, എന്താ ചെയ്യേണ്ടത്, അവരിങ്ങനെ എല്ലാം കൂടെ ആലോചിച്ചു. ചിലരൊക്കെ അത് ചെയ്യണം, ഇത് ചെയ്യണം, മൃതം ചെയ്യണം, കർമ്മം ചെയ്യണം, ആ കർമ്മം ചെയ്യണം, പല അഭിപ്രായം പറയുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് ആകെപ്പാടെ ഒരു കുഴപ്പമാണ്. എന്ത് ചെയ്യണം, ശരിയായി എന്ത് പറയണം എന്നവർക്ക് അറിഞ്ഞുകൂടാ. ഈ കാലത്ത് ആ പട 7 ദിവസമുണ്ട്. അത് മുക്തി പ്രാപിക്കുകയും ചെയ്യുന്നതിന്, പാപമെല്ലാം വെച്ച് മുക്തി പ്രാപിക്കാൻ എന്ത് ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ട് അവരങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് ശുഖബ്രഹ്മർഷി എത്തിച്ചേരുന്നത്. ശ്രീ ശുഖബ്രഹ്മർഷി അതേ ഒരു പ്രാർത്ഥനയെ പോലെ നടക്കുക. അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് വേഷഭൂഷാദികളൊന്നുമില്ല, ദിഗംബരനാണെന്നാണ് പറയുന്നത്. തം ദ്വഷ്ട്യവർഷം സുകുമാരപാദ കരോരുബാഹ്വംസകപോലഗാത്രം ചാർവായുധ അക്ഷോന്നതുല്യകർണ സുബ്രഹ്മാനനം കമ്പു സുജാതകണ്ഠം. ദിഗംബരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ശുഖബ്രഹ്മർഷി 16 വയസ്സ്, തം ദുഷ്ട്യവർഷം 16 വയസ്സുള്ള ശുഖബ്രഹ്മർഷി. അപ്പോൾ 16 വയസ്സുള്ളതായിരിക്കുന്ന ഒരു കുമാരസ്വരൂപമാണ് അദ്ദേഹത്തിന്. എല്ലാവരുടെയും ഹൃദയത്തെ വശീകരിത്തേക്കുള്ളതായിരിക്കുന്ന മനോജ്ഞമായിരിക്കുന്ന പുഞ്ചിരിയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ പിള്ളേരും ആൾക്കാരും ഒക്കെ ചുമ്മാ അദ്ദേഹത്തിന് പറയാൻ കൂടും. ഇങ്ങനെ പോകും, സഞ്ചരിക്കും. അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട് അവരും എല്ലാം പറയണം. അങ്ങനെയുള്ളതായിരിക്കുന്ന അദ്ദേഹം വന്നു ചേർന്നപ്പോൾ അദ്ദേഹം ആരെന്നൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അറിയാവുന്നവരാണ് അവർ അവിടെ ഇരിക്കുന്ന ആവശ്യം പറയും, ഇത് ശുഖബ്രഹ്മർഷിയാണല്ലോ വരുന്നത്. അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തിയായിട്ട് മഹാരാജാവി എന്ന് പറഞ്ഞു. മഹാരാജാവ് അദ്ദേഹത്തിനെ കണ്ടു. അവരെല്ലാവരും അദ്ദേഹത്തെ കണ്ട് എഴുന്നേറ്റു, അദ്ദേഹത്തിനെ വണങ്ങി. അത് കണ്ടപ്പോഴത്തേക്ക് മറ്റുള്ളവരും എല്ലാം അവരുടെ സ്ഥലം വിട്ടു. അമ്മനെ പിള്ളേരും സ്ത്രീകളും. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഉത്തമമായിരിക്കുന്ന ഒരു പീഠത്തിലിരുത്തി അർഘ്യവും പാദ്യാദികളൊക്കെ ചെയ്ത് അദ്ദേഹത്തിനെ നമസ്കരിച്ചു. എല്ലാവരും നമസ്കരിച്ചപ്പോൾ അവിടെ ഇരുന്ന് മറ്റുള്ളവർ അമളരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ പറഞ്ഞു, അല്ല, ഇത് ഞങ്ങളോട് ചോദിച്ച ചോദ്യത്തെ പുനരങ്ങിരുന്ന് അലസാതെ ശ്രീശുഖൻ തന്നോടിപ്പോൾ മന്ദതയൊഴിഞ്ഞു ചോദിച്ചു കൊണ്ടാലും എങ്കിൽ സർവ്വസന്ദേഹം തീർന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തുഷ്ടനായിരിക്കുന്ന രാജാവ് ഉടനെ തന്നെ അദ്ദേഹത്തിന് വേണ്ടുന്നതായിരിക്കുന്ന കർമ്മങ്ങളെയൊക്കെ ആചരിച്ച് അദ്ദേഹത്തെ നമസ്കരിച്ച് കൊണ്ട് പറയുന്നുണ്ട്. അത് എന്താണ്, സ്തയാ സ്വേച്ഛയാ വിനീതനാഞ്ജലി സത്തോട് വാഗ്മിയാന്ത്രവൻ മധുരാക്ഷരവാച ചൊന്നാൻ. സമർത്ഥനായിരിക്കുന്ന നിരവധി നല്ല നല്ല വാക്കുകളെ പറയുവാൻ അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിനാണ് ഈ അവിടെ പറ്റുപറ്റിയത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന നൃപൻ മധുരഭാവത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു, അങ്ങ് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ വന്നത് എൻ്റെ ജന്മസാഫല്യമാണ്. കണ്ടോ, നിത്യം ഈ വണ്ണം സജ്ജന സംസർഗത്തിനതിൽ അതിന്മേലെ മറ്റിക ലോകത്തിങ്കൽ മർദ്ദന്മാർക്കൊരു പുണ്യവർദ്ധനം എന്തോന്നുള്ളത്. അപ്പോൾ അതെന്താ, ഈ സത്സംഗത്തിനേക്കാൾ മഹത്വമായൊന്നുമില്ല. സത്സംഗത്തെ നിസ്സംഗത്വമെന്നും പറഞ്ഞിട്ടൊരു ശ്ലോകം കൊണ്ട് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സത്സംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. സത്തുക്കളെ തിരഞ്ഞെടുക്കുകയും വേണം, നല്ലവരെ തന്നെ തിരഞ്ഞെടുക്കണം. സത്തുക്കളാണ് അഭിനയിക്കുന്നവരെ തിരഞ്ഞെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, സത്തുക്കളായിട്ട് അഭിനയിക്കുന്നവരെ അല്ല.
അങ്ങനെ മഹത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മളുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ തിരഞ്ഞെടുക്കാം. പക്ഷേ അവരെല്ലായ്പ്പോഴും അവരുടെ പിന്നാലെ പോയിട്ട് അങ്ങനെ ഈശ്വര സേവ ചെയ്യുക, നല്ല ഗുരുവിനെ സ്വീകരിക്കുക, അതാണ് ഉത്തമം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് കേട്ടോ, സേവിച്ചോളവും പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളും ഭാവിച്ചിടുന്നു പവിത്രാകൃതിയിരുന്നു. നമ്മൾ സേവിക്കുന്ന കാലത്തോളം നമുക്ക് വേണ്ടുന്നതായിരിക്കുന്നതായ നമ്മളെ പാവനമാക്കി നമ്മുടെ പാപങ്ങളെ കുറച്ചുകൊണ്ടിരിക്കും ഇവരെല്ലാം, ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളുമൊക്കെ. പക്ഷേ സാധുക്കളെ ഉണ്ടല്ലോ, നല്ല മനസ്സോടുകൂടി സാധുക്കളെ നല്ല ഭക്തിയോടുകൂടി കണ്ടാൽ മതിയാവും. അവരെ കണ്ടാൽ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് ആനന്ദം ഉണ്ടാവും, സകല പാപങ്ങളും പോവുകയും ചെയ്യും. വളരെ സന്തോഷം തനിയെ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. അതുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കുക സജ്ജനങ്ങളെ. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നു, ആകയാൽ അപമാനം എനിക്ക് അകതാരല്ലത. ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഈ മാനക്കേട്, ഈ മഹർഷിയുടെ മണ്ടയ്ക്ക് മാനക്കേട് പോയി. അദ്ദേഹം സാധുവായിട്ടിരുന്നു, അദ്ദേഹം ഈശ്വരനെ സ്മരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പോയി ഈ വൃത്തികേട് കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അതാണ് നമ്മളറിയാതെ പോലും പാപങ്ങൾ എപ്പോഴാണ് ചെയ്യാന്നൊന്നും നമുക്ക് നിശ്ചയമില്ല. അപ്പോൾ ഈ വലിയ കേമനായിരിക്കുന്ന ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട് ഭഗവദ്രാതനായ വിഷ്ണുരാതനായ പരീക്ഷിത്ത് മഹാരാജാവിന് തന്നെ ഇങ്ങനെ വരാമെങ്കിൽ നമുക്ക് വന്നൂടെ? അപ്പോൾ അത് കാരണം നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത്, ആകയാൽ അവമാനം എനിക്കിങ്ങ് അകതാരൽ ഏകതാ ഭവിക്കരുത്. ആരിലും ഒരിക്കലും ആരിലും നമ്മളൊന്നും അവമാനം നമുക്ക് തോന്നരുത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ അങ്ങനെ മാനിക്കാതിരിക്കുന്നതായ പ്രവൃത്തി ചെയ്യരുത്. എന്തുകൊണ്ടാണ്? അവരുടെയൊക്കെ ഉള്ളിരിക്കുന്നത് ഈശ്വരനല്ലേ? ഈശ്വരൻ അവരുടെ ഉള്ളിലും ഉണ്ടല്ലോ. അവരുടെ ജീവൻ്റെ അറിവില്ലായ്മ കാരണം മായാബന്ധമായിരിക്കുന്ന ജീവൻ്റെ അറിവില്ലാത്ത കാരണം വന്ന് സംഭവിക്കുന്നതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതായാലും കൊള്ളാം. നാനായോനികളിലെങ്ങുത്ഭവിക്കുകയും മമ മാനസേ ഹരിപദ ഭക്തി. ഇവിടെ ഭക്തിയാണ് ചോദിക്കുന്നത്. ഏത് ജന്മത്തിൽ ജനിച്ചാലും ഏത് ജന്മം ജനിച്ചോട്ടെ കുഴപ്പമില്ല, പക്ഷേ ഭഗവാന്റെ ഭക്തി ഉണ്ടാകണമേ എനിക്ക് എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു. പിന്നെ 7-ാം ദിവസം ഞാൻ ചാവുമെന്നല്ലോ. അപ്പോൾ അന്നേരം ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതാണ് ഇവിടെ കേൾക്കേണ്ടത് എന്തുകൊണ്ടെന്നും ചെയ്യേണ്ടതെന്നും അന്തിക്ക് പൂജിക്കേണ്ടത് ആരെയെന്ന് എന്നുള്ളിൽ ധ്യാനിക്കേണ്ടുന്നത് എങ്ങനെ ഞാനെന്നതുമെല്ലാം പറയണമേ എന്ന് പറയുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് ആ ആവശ്യം കേട്ട് കൊണ്ടിരിക്കുന്നതായ സുഖബ്രഹ്മർഷിയും സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്, ക്രമത്താലേവം പ്രതിപാദ്യാർത്ഥം പുരാണസ്യ നിമിത്ത സംക്ഷേപ അധികാര നിർദ്ദേശങ്ങളെ സമസ്തം പ്രഥമം കൊണ്ട് ഇവിടെ ചൊല്ലിയിടുന്നേ എന്ന് പറഞ്ഞു. അപ്പം നിമിത്ത സംക്ഷേപം എന്ത് കാരണവശാൽ എങ്ങനെയൊക്കെ, അധികാരി ആരാണ്, ഏത് തരത്തിലിരിക്കണം അധികാരി എന്നെല്ലാം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയതെല്ലാം എങ്ങനെയാണ്? അനുബന്ധ ചതുഷ്ടയം എന്ന് പറയുന്ന 4 കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ വസ്തുവിനെയൊക്കെ ഒന്ന് സൂചിപ്പിച്ച് ഭഗവത് ഭക്തിയുടെ മഹാത്മ്യത്തെയൊക്കെ പറഞ്ഞ് നല്ല ഉത്തമനായിരിക്കുന്ന ഒരു അധികാരിയുടെ സൂചിപ്പിച്ച് ഉത്തമനായിരിക്കുന്ന ഗുരുവിലേക്ക് ചെന്നെത്തി പ്രഥമം അവിടെ സമർപ്പിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.